പെണ്ണൊരുമ്പെട്ടാൽ പത്തനംതിട്ടയിലും. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടിക്കില്ല എന്ന് പറയുന്നത് പോലെ പത്തനംതിട്ടയിലെ ഒരു ചിന്നപ്പെണ്ണ് ഒരുമ്പെട്ടാൽ പോലീസുകാർക്കെന്നല്ല ആഭ്യന്തരമന്ത്രിക്ക് പോലും തടുക്കുവാൻ സാധ്യമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കോലാഹലമുണ്ടാക്കിയ ഒരു വാർത്തയാണ് പത്തനംതിട്ടയിൽ 13-കാരിയെ 10ഓളം സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചു എന്ന രീതിയിൽ ഉയർന്നു വന്ന പരാതി. ഇപ്പോഴിതാ ഈ പരാതി വ്യാജമാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. സഹപാഠിയായ ആൺകുട്ടിയോടുള്ള പ്രണയനൈരാശ്യവും വ്യക്തിപരമായ വൈരാഗ്യവുമാണ് ഇത്തരം ഒരു പരാതി നൽകുവാൻ കുട്ടിയെ പ്രേരിപ്പിച്ചതെന്ന് പെൺകുട്ടി തന്നെ പിന്നീട് പോലീസിനോടും മജിസ്ട്രേറ്റിനോടും രഹസ്യമായി സമ്മതിച്ചു. സ്കൂളിൽ നടന്ന ഒരു കൗൺസിലിങ്ങിനിടെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി താൻ പീഡനത്തിന് ഇരയായി എന്ന് ആദ്യം പറഞ്ഞു. കുട്ടിയുടെ ആദ്യ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടൽ പോലീസ് 2 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ 10 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തു. നല്ല അടിയും കൊടുത്തു. പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലും പെൺകുട്ടിയുടെ വൈദ്യപരിശോധനയിലും ലൈംഗിക അതിക്രമങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് വ്യക്തമായി. കുട്ടിയുടെ മൊഴിയിലെ വലിയ പൊരുത്തക്കേടുകളും പോലീസ് കണ്ടെത്തി. ശാസ്ത്രീയമായ തെളിവുകൾ പുറത്തു വന്നതോടെ താൻ നുണ പറഞ്ഞതാണെന്നും പീഡനമൊന്നും നടന്നിട്ടില്ലെന്നും പെൺകുട്ടി രഹസ്യമൊഴിയിലൂടെ തിരുത്തി പറഞ്ഞു. ഇതോടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും പോലീസ് വിട്ടയച്ചു. അതോടെ സീനാകെ മാറി. ഹൃദ്രോഗിയായ 20-കാരനെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു എന്നും പറഞ്ഞ് യുവാവും യുവാവിൻ്റെ അമ്മയും രംഗത്ത് വന്നു. തുടർന്ന് പോലീസിന്റെ അടികൊണ്ട മറ്റ് ആൺകുട്ടികളുടെ അമ്മമാരും രംഗത്തെത്തി. ആദ്യം പോലീസിന്റെ ആ കർമ്മകുശലതയെ, ആവേശത്തെ വാനോളം പ്രശംസിച്ച ആളുകൾ തന്നെ ഇപ്പോൾ പോലീസുകാരെ പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെയാണ് ജനങ്ങൾ നമ്മുടെ നിലവിലെ പോക്സോ നിയമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടുന്നത്. ഒരു പെൺകുട്ടി തന്നെ ആരെങ്കിലും പീഡിപ്പിച്ചു അല്ലെങ്കിൽ ലൈംഗിക ചുവയോടെ നോക്കി സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യണം. പോലീസ് അല്പം സമയമെടുത്ത് ഒരു പ്രാഥമിക അന്വേഷണമൊക്കെ നടത്തി കഴമ്പുണ്ടെങ്കിൽ മാത്രം കേസ് രജിസ്റ്റർ ചെയ്യാം എന്ന് വിചാരിച്ചാൽ അയാളുടെ പണി വരെ പോകാൻ സാധ്യതയുണ്ട്. കാള പെറ്റു എന്ന് കേട്ടാൽ ഉടൻ തന്നെ കയറെടുത്ത് ചാടണം എന്ന് ചുരുക്കം. എന്തെങ്കിലും കാരണവശാൽ കേസെടുക്കുവാൻ പോലീസ് അമാന്തിച്ചാൽ, പ്രതികളെ ചോദ്യം ചെയ്യുവാൻ താമസിച്ചാൽ അതിന് തുടങ്ങും അടുത്ത വിവാദം. അതുകൊണ്ട് ദയവീത് പോലീസുകാരുടെ നെഞ്ചത്ത് ഈ വിഷയത്തിൽ ദയവായി കുതിര കയറാൻ നോക്കരുത്. ഒരുമ്പിട്ടിറങ്ങുന്ന ഇത്തരം പെൺജന്മങ്ങളെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക. സാറേ, ചെറിയൊരു കയ്യബദ്ധം, ചെറിയൊരു പണി കൊടുക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഇതുപോലെയൊന്നും ആകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നും പറഞ്ഞ് ഒരു വളിച്ച ചിരിയുമായി അവൾ പൊടിയും തട്ടിപ്പോകുമ്പോൾ പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായത് പോട്ടെ, ആ ഉണ്ടായ നാണക്കേട് ആ ആൺകുട്ടികൾ എങ്ങനെ മാറ്റും? അതുകൊണ്ട് ഇത്തരം ഒരുമ്പെട്ടവൾമാർ കള്ളത്തരമാണ് കാണിച്ചത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലീസ് ആയിക്കോട്ടെ, മജിസ്ട്രേറ്റ് ആയിക്കോട്ടെ, അവരുടെ ആ വിവേചനാധികാരം ഉപയോഗിച്ച് ആരും കാണാതെ അകത്തോട്ടൊന്ന് വിളിച്ചിട്ട് ആ ചെകിടത്ത് 2 പൊട്ടിക്കുക. മേലാൽ ഇത്തരം പണികളുമായി ഇറങ്ങരുതെന്നും പറയുക. അവരാരോടും ഒരു പരാതിയും പറയില്ല, ഉറപ്പാ. ഇനി പോലീസിന്റെ അടികൊണ്ട ആ യുവാവും മാതാവും ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങൾ കണ്ടാലും. ഇവർ അന്ന് രാത്രി, അതായത് 3-ാം തീയതി ഇവരൊരു 8 മണിയോടെ എന്നെ ഒന്ന് പിടിച്ചുകൊണ്ട് പോയായിരുന്നു. പിടിച്ചുകൊണ്ട് വീട്ടിൽ ഒന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി. ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിറക്കി കൊണ്ടുപോയി. ഇവർ നേരെ പോലീസിൻ്റെ മറ്റേ ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയിട്ട് ഇവരാദ്യം മറ്റേ സാർമാർ വന്നിട്ട് ചീത്ത വിളിച്ചിട്ട് തന്നെ ഒരു മൂലയെ കൊണ്ടിരുത്തി കാൽ നീട്ടി വെപ്പിച്ചിട്ട് ചൂരിലും അടി കൊണ്ടിട്ട് അടിക്കുമായിരുന്നു. അവർ മാറി മാറി അടിക്കുമായിരുന്നു. എന്നിട്ട് ബൂട്ടിട്ട് കാലിലിട്ട് ചവിട്ടി ഇങ്ങനെ എന്നിട്ട് കറക്കുമായിരുന്നു. എന്നിട്ട് ചെവിയിലെല്ലാം പിടിച്ച് വലിച്ച് പൊക്കി, മുടിയിലും പിടിച്ച് വലിച്ച്. അപ്പോൾ എനിക്ക് ഭയങ്കര ശരീരത്തിന് ഭയങ്കര വേദനയായിട്ടൊക്കെ ഇരിക്കുക. അവർ പറയുന്നത് മറ്റേ പോക്സോ കേസിൻ്റെ കാര്യം പറഞ്ഞ് തന്നെ ഉപദ്രവിക്കുന്നത്. ആ കുട്ടിയും കൊണ്ട് നീ എവിടെ പോയേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടാ തല്ലിയത്. നമ്മൾ എനിക്കറിയത്തില്ലെന്ന് തന്നെ പറയത്തുള്ളൂ. ഞാൻ എവിടെയും പോയിട്ടില്ല, ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടൊന്നുമില്ല, അത് തന്നെ പറയുന്നുള്ളൂ. പിന്നീട് അത് ചൂരിലുകൊണ്ട് കുറേ നേരം അടിച്ചു. ആ, അത് കഴിഞ്ഞിട്ട് ഇവർ അടി കഴിഞ്ഞിട്ട് പിന്നെ എന്നെ എണീപ്പിച്ചിരുത്തിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. ഫോണെല്ലാം നോക്കുമായിരുന്നു. ആ, ഇവർ അത് കഴിഞ്ഞിട്ട് എന്നെ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ട് പിന്നെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയി. അതായത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റേഷനിൽ കൊണ്ടുവരുമായിരുന്നു. അത് കൂടല്ല. ആ,
അത് പിറ്റേന്ന് ഒരു 6 മണി 6:30 ആയപ്പം അവർ വിടുമായിരുന്നു. ഇന്നലെ വൈകിട്ട് 6:30. വിടും പറയുമ്പോൾ അപ്പം നിരപരാധിയാണെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പം അതുകൊണ്ട് പിന്നെ അവർക്കത് മനസ്സിലായെന്നാണ് പറയുന്നത്. അവർ മാറി മാറി ആദ്യമായിട്ട് എനിക്ക് അവരെ അങ്ങനെ മനസ്സിലാവുന്നില്ല. കാരണം പേരും കാര്യങ്ങളൊന്നും അല്ലല്ല, ക്വാർട്ടേഴ്സിൽ വെച്ച്. അത് ഈ പോക്സോ കേസിൻ്റെ കാര്യം തന്നെ. അതായത് ഇന്നലെ മറ്റേ ന്യൂസിലൊക്കെ വന്ന ആ കാര്യം തന്നെ ചോദിച്ചിട്ടാണ് അവർ തല്ലിയത്. നമ്മൾ പറഞ്ഞതിലും കാരണം എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ പേര് പറയുമ്പോൾ എനിക്കറിയത്തില്ല. അങ്ങനെ എനിക്ക് ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്ക് കാരണം മനസ്സിലായി. കാരണം ഞങ്ങൾ ആ സ്ഥലത്ത് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടെന്ന്. അപ്പം ഈ കുട്ടിയുടെ സിസ്റ്റർ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എനിക്കറിയാം കുട്ടിയുടെ അനിയത്തിയാണെന്നുള്ള ആ ഒരു ഇതേ ഉള്ളൂ. വേറെ അല്ലാതെ കാര്യം പറഞ്ഞിട്ടോ സംസാരിച്ചിട്ടോ ഒന്നുമില്ല. വൈകിട്ടാണ് വിട്ടത്. ഇല്ല ഒന്നും വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല. കാലിനടിച്ചു, ചൂരലിന് കാലിനടിച്ചു. പിന്നെ ബൂട്ടിട്ട് കാലിട്ട് ചവിട്ടി. പിന്നെ മുടിക്ക് പിടിച്ച് വലിച്ചു. പിന്നെ ചെവിയിൽ പിടിച്ചിട്ട് കറക്കി. പിന്നെ അവർ ഹാർട്ട് പേഷ്യൻ്റാന്ന് പറഞ്ഞിട്ട് അവർ തല്ലുകയായിരുന്നു. അപ്പം എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോഴും വീട്ടുകാരും പറയുന്നത് തന്നെ. അപ്പോൾ സർജറി കഴിഞ്ഞതാ. അപ്പോൾ ഓപ്പൺ സർജറി ആയിരുന്നു. അപ്പോൾ അവനൊന്നും ചെയ്തെന്ന് തന്നെ അവർ പറഞ്ഞു വിട്ടത്. കാരണം നമ്മളൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവരെന്നിട്ടും ഉപദ്രവിച്ചു. എത്ര കാലം മുമ്പായിരുന്നു സർജറി? ഇപ്പോൾ ഒരു 2 വർഷം മുന്നേ സ്ഥാപിക്കാൻ. അതായത് അവരെന്നെ ഐഡൻറ്റിഫൈ ചെയ്തു എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല. അത് പറഞ്ഞു. കാരണം തെളിവുകളൊന്നും ഇല്ല. അതെ, പറഞ്ഞതാ. അവരെന്നിട്ടും അത് സമ്മതിക്കുന്നില്ല. രാത്രി അതായത് അപ്പം മർദ്ദിച്ചതേ ഉള്ളൂ എന്നെ കൊണ്ടുപോയ സമയത്ത്. മറ്റേ അതായത് തല്ലിയ പാട് വേണ്ടേ. പോലീസ് വീട്ടിലേക്ക് വന്നു. ഒരു 8:15 ആയി. ആ സമയത്ത് ഇതേപോലെ വന്ന്, പോലീസാണെന്ന് അറിയത്തില്ല, സിവിൽ ഡ്രസ്സിൽ വന്ന് 2 പേര് വന്ന്. ഒരാൾ ഇതിനകത്ത് കയറിയിട്ട് മകൻ്റെ ഫോൺ എന്ത് ചെയ്യാൻ ചോദിച്ചു. കുത്തിയിട്ടേക്കുന്നെന്ന് പറഞ്ഞു. 2 ഫോണുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഒറ്റ ഫോണേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തോ ഡൗട്ട് തോന്നി, ഇതാരാ ഇങ്ങനെ, അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പോലീസിൽ നിന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്തുവാ, പോലീസുകാർ ഇവിടെ എന്തോ സാറേ എന്ന് ചോദിച്ചു. അത് മകൻ്റെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് കംപ്ലയിൻറ്റ്? അപ്പോഴത്തേനും ഇവർ ഫോൺ എടുത്തുകൊണ്ട് അങ്ങ് മേളിൽ പോയി. അവിടെ ചെന്ന് അപ്പം ഞങ്ങൾ ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ കാറ് കിടക്കുന്നു. അവിടെ എൻ്റെ മകനും ഉണ്ട്, എൻ്റെ ഭർത്താവുണ്ട്, എൻ്റെ മൂത്ത മകനും ഉണ്ട്. അപ്പം ഞങ്ങൾ ഓടി അവിടെ ചെന്നപ്പോഴത്തെ മോനെ പിടിച്ച് വെച്ചേക്കുക. മോനെ പിടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ചോദിച്ചു സാറേ എന്തോ കാര്യം? അത് കാര്യം പറയാൻ പറ്റത്തില്ല, അത് ഞങ്ങളിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ലല്ലോ, ഒരു വീട്ടിൽ കയറി വന്ന് മോനെ പിടിച്ചുകൊണ്ട് പോകുമ്പം മാതാപിതാക്കളാക്കെ ഞങ്ങൾക്ക് അവകാശമുണ്ട് ഇതെന്തിനാ കൊണ്ടുപോകുന്നതെന്നുള്ളത് അറിയണ്ടേ. ഞങ്ങളെല്ലാം കരയുക. എൻ്റെ അമ്മ അപ്പം തന്നെ വിറയ്ക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് അറ്റാക്ക് വന്ന ഒരാളമ്മ. അപ്പോഴത്തേന് സാറുമാർ പറയത്തില്ല എന്തിനാണെന്ന് പോലും. ഒരു പെറ്റി കേസ് പോലും എൻ്റെ കുഞ്ഞിൻ്റെ പേരിലില്ല. അപ്പോൾ പറയാതെ മൂത്ത മോനെയും കയറ്റി എൻ്റെ ഇളയ മോനെയും കയറ്റി വണ്ടി വിട്ടുപോയി. ഉടനെ തന്നെ ഞാനും എൻ്റെ ഭർത്താവും താഴെ ചെന്ന് ഓട്ടോ വിളിച്ച് കൂടുതൽ സ്റ്റേഷനിൽ ചെന്നപ്പോൾ എൻ്റെ ഇളയ മോനെ കണ്ടില്ല. മൂത്ത മോൻ അവിടെ നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു എന്തുവാ മോനെ പ്രശ്നം എന്തുവാ? അവനും അറിയത്തില്ല. അവനോട് ഒന്നും അതുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നിട്ട് ആരോടാ ചോദിക്കുന്ന, ഒരൊറ്റ പോലീസുകാർ വന്നിട്ടില്ല. ഇറങ്ങി വന്ന് ഞങ്ങളോട് അല്ല ഇന്ന കാര്യമാണ് അല്ലെങ്കിൽ ഇന്ന ഒരു വിഷയത്തിന് ഒരു സംശയാസ്പദമായി കൊണ്ടുവന്നതാ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ മോനെ കാണുന്നുമില്ല. രാവിലെ ഉച്ചയ്ക്ക് പോലും മോനൊന്നും കഴിക്കാതെ ഇവിടെ കിടന്നുറങ്ങിയ. തലേ ദിവസം ഇവിടെ ചെറിയൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നുണ്ട്, നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം വന്ന് കിടന്നുറങ്ങിയത് കൊണ്ട് ഒന്നും കഴിച്ചതുമില്ല. രാത്രി 1 മണിയായിട്ടും എൻ്റെ കുഞ്ഞൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ എന്നിട്ട് ഒരു പോലീസുകാരൻ പോലും ഇറങ്ങി വന്നൊന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാനും ഭയം. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിലെ മുറ്റത്ത് കാല് കുത്തുന്നത്. അവസാനം കുറേ കഴിഞ്ഞ് അർദ്ധരാത്രി ആയപ്പോഴത്തെ സമയം ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങൾ അവിടെ ഇരുന്ന് കരയുക. അപ്പോഴത്തേനും 2 കുഞ്ഞുങ്ങളെ, വേറൊരു മോനും ഉണ്ട്, ഈ വണ്ടിയെ കയറ്റി പത്തനാപുരം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അന്ന് എൻ്റെ മോൻ അറിഞ്ഞത്, മൂത്ത മോൻ പറഞ്ഞിട്ട് മെഡിക്കൽ എടുക്കാൻ ഇതിന് ചെക്കപ്പ് ചെയ്യാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് മുറ്റത്തിറങ്ങിയപ്പോഴത്തെ എൻ്റെ മോന് മമ്മി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് എന്തുവാന്ന് പോലും അറിയത്തില്ല,
ഇതെന്തുവാണെന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞ നിമിഷം കൊണ്ട് പോലീസുകാർ പിടിച്ച് കയറ്റിക്കൊണ്ട് പോയി. അല്ലെ എന്തുവാന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ പോലീസുകാരെ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. അതുവരെ ഞങ്ങൾക്ക് അറിയത്തില്ല എന്തുവാണെന്നുള്ളത്. അവസാന ഘട്ടത്തിൽ രാത്രി 2 മണിയായി. സർക്കിൾ സാറുണ്ടായിരുന്നു. സാറ് വന്നിട്ട് അപ്പോൾ സാറ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ വിളിപ്പിച്ചിട്ട് ഞങ്ങൾ ചോദിച്ചു, എന്തുവാ സാറേ കാര്യം എന്തുവാന്ന് പറ, ഇതുവരെ നിങ്ങൾ ആരും കാര്യങ്ങൾ പറയുന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞ് പീഡന കേസാന്ന് പറഞ്ഞു. അപ്പോഴേ ഞങ്ങൾ ചത്തു. പീഡന കേസെന്ന് പറഞ്ഞാൽ എന്തോ പോക്സോ കേസാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചാൽ ആരാ എന്തുവാ, പെൺകുട്ടിയെ അറിയത്തില്ല, പെൺകുട്ടിയെ ഏതാണെന്ന് അറിയത്തില്ല, ഇത് പേരാര് കൊടുത്തെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യ്, നാളെ ഉച്ച ഒരു 2 മണി 12:30 ആകുമ്പോൾ നിങ്ങൾക്ക് വരണം. വന്നിട്ട് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേന് നാനാ ഭാഗത്തു നിന്നും വണ്ടികളും പോലീസുകാരും സാറുമാരും എല്ലാം വന്ന് ഇതിനകത്ത് എന്തുവാ നടക്കുന്നതെന്ന് ഒരു പിടിയും നമുക്കില്ല. നമ്മളിപ്പുറത്ത് ആ വരാന്തയിൽ കസേരയിൽ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. മോനെ ഒന്ന് കാണിക്കുന്നില്ല. എനിക്കെൻ്റെ മോനെ ഒന്ന് കണ്ടാൽ മതി, കാണിക്കുന്നില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെ ഒന്ന് കണ്ടതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ സർക്കിളിനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞൊന്നും കഴിച്ചിട്ടില്ല, ഇതുവരെ ഒന്നും കഴിച്ചില്ലയോ എന്ന് ചോദിച്ചു. ഇല്ല, ഒന്നും കഴിച്ചിട്ടില്ല. രാത്രി 2 മണിയായി ആ സമയം. അപ്പോൾ പറഞ്ഞ് എന്നാൽ ഞങ്ങൾ പിന്നെ എൻ്റെ മോനാ പിന്നെ പോയി 10 അടുത്തുനിന്ന് എവിടെ നിന്ന് പോയി 10 രൂപ ഏതാണ്ട് മേടിച്ചിട്ട് കൊടുത്ത് കഴിച്ചോ ഇല്ലയെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. 2:30 വരെ അവിടെ ഇരുന്നിട്ട് രാത്രി വീട്ടിൽ വന്ന് നേരം വിളിപ്പിച്ച് പിറ്റേന്ന് രാവിലെ പോയി. സമാധാനമില്ല. എൻ്റെ കുഞ്ഞവിടെ എന്ത് ചെയ്യുന്നു, പോക്സോ എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളതേ ഉള്ളൂ. ആ സാറും പറഞ്ഞു 20 വർഷത്തെ തടവൊക്കെ അന്നൊക്കെ പറഞ്ഞു. പിറ്റേന്ന് ചെന്നിട്ടും കുഞ്ഞിനെ കാണിച്ചിട്ടില്ല. മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലാണ് കുഞ്ഞിനെ ചോദ്യം ചെയ്തതെന്ന്. ഒരിക്കലുമല്ല, ഞങ്ങളുടെ സാന്നിധ്യത്തിലല്ല മോനെ ചോദ്യം ചെയ്തതും. ഞങ്ങൾ വെളിയിലിരിക്കുമായിരുന്നു, എൻ്റെ മോനെ കണ്ടിട്ട് പോലുമില്ല ഞങ്ങൾ. പിറ്റേന്ന് ഇതെല്ലാം വരുന്നു, ആൾക്കാർ വരുന്നു പോകുന്നു, ഇത് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വരാറായപ്പോഴാണ് ഞങ്ങളെ വിളിപ്പിച്ച സാറ്. ഇവിടെ വെച്ചേ അറിയിച്ചു, കൊണ്ടുപോകുമ്പോഴേ പറഞ്ഞു സാറെ ഉപദ്രവിക്കരുത്. കാരണം നമ്മളിപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് പിടിക്കുമ്പോൾ അവർ സത്യമാണോ പിന്നെ കള്ളമാണോ എന്നറിയാതെ അടിക്കും. നല്ല പീഡനം കൊടുക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന മാധ്യമങ്ങൾ വഴിയായിട്ട് കാണുന്നതാണ് പോലീസുകാരുടെ പീഡനങ്ങൾ. അപ്പം ഞങ്ങൾ അന്നേരം പറഞ്ഞു, ഈ മോനും കൂടെ ചെന്നല്ലോ, അപ്പം മോനും പറയുന്നുണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് വിശ്രമവേളയാണ്, ഇപ്പോഴും മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന മോനാ, സാറേ ഒന്നും ചെയ്യല്ലേ. ഇല്ല, ഞങ്ങളൊന്നും ചെയ്യത്തില്ലെന്നും പറഞ്ഞാൽ കൊണ്ടുപോകുന്നത്. ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇരുന്നത്. പിറ്റേന്ന് ഇത് വിട്ടയക്കുമ്പോൾ പോലും കേസൊന്നുമില്ല, കേസ് കള്ളവാന്ന് തെളിഞ്ഞ്, അതുകൊണ്ട് നിങ്ങളുടെ മകനെ കൊണ്ടുപോകാം, FIR ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സന്തോഷിച്ച് എൻ്റെ മോനെ വെറുതെ വിട്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് ഞാൻ മോനെ കെട്ടിപ്പിടിക്കാൻ ചെന്നു. എൻ്റെ പൊന്നുമോനെ ഇന്നലെ എന്തുവായിരുന്നടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ മേത്ത് തൊടരുതേ എന്ന് പറഞ്ഞ്, എൻ്റെ ശരീരത്തിൽ തൊടല്ലേ മമ്മി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ കാര്യം, എന്തുവാ മോനെ, എന്നെ ഒത്തിരി അടിച്ചെന്ന് പറഞ്ഞ്. അപ്പം അത്രയും രാത്രിയായി. പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ കിടക്കാൻ വയ്യ, അവന് ഇരിക്കാൻ വയ്യ. അവൻ രാത്രിയിൽ ഞെട്ടി ഉണരുക. ഇന്നലെ രാവിലെ ആയപ്പോഴത്തേക്ക് ഒട്ടും വയ്യാതായി, കാല് നിലത്ത് കുത്താൻ വയ്യ. അപ്പം തന്നെ അവൻ കാണിച്ചു, കാലിൻ്റെ വെള്ളയെല്ലാം നീര് പിടിച്ച്. അന്നേരം പറഞ്ഞു ലാത്തി കൊണ്ട് ഒത്തിരി അടിച്ച്. ഞങ്ങൾ ചോദിച്ചാൽ എത്ര പേരടിച്ച്, അതൊന്നും എനിക്കറിയത്തില്ല മീ, എനിക്ക് കുറച്ചടിച്ചപ്പോഴേ എൻ്റെ ബോധം പോയി. എനിക്ക് പിന്നെ സുബോധമില്ലായിരുന്നു. പിന്നെ അപ്പം തന്നെ എഴുന്നേപ്പിച്ച് നിർത്തിച്ച് പറഞ്ഞതാ, എൻ്റെ മോൻ എന്നോട് പറഞ്ഞതാ, എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് അവന് നിൽക്കാൻ വയ്യ. അപ്പോഴും പിന്നെ ചെന്ന് മുടി കീപ്പോട്ട് കുനിച്ച് നിർത്തി എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അവന് പുറത്തും നെഞ്ചത്തെല്ലാം വേദനയായിരുന്നു എന്ന് പറഞ്ഞു. കുനിച്ച് നിർത്തി മുടി പിടിച്ച് പിഴുത് അവനിങ്ങനെ നോക്കിയപ്പോൾ ഒരു കുത്തുമുടി അവൻ്റെ കയ്യിൽ. എന്നിട്ട് അപ്പോൾ അവൻ്റെ കാലിൻ്റെ പുറത്ത് നല്ല നീരും ചോരമയവും. അപ്പോൾ ഇതെന്തുവാന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഷൂ ഇട്ട് ഇങ്ങനെ ചവിട്ടി ഞെരുക്കി പോയെന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ കുഞ്ഞ് ഒത്തിരി പീഡ അതിനകത്ത് അനുഭവിച്ചത് ഞങ്ങൾ അറിഞ്ഞില്ല. എന്നോട് ഞങ്ങൾ പറഞ്ഞപ്പം തലേ രാത്രി ഞങ്ങൾ പറഞ്ഞു സാറേ അവന് വയ്യാത്തതാ, അവന് പിന്നെ ഇതുപോലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായതാ, അതുകൊണ്ട് സാറേ ഉപദ്രവിക്കല്ലെന്ന് പറയണേന്ന് പറഞ്ഞു. അത് ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞു. ആ പാട് ഞങ്ങൾ കണ്ടെന്ന് സർക്കിൾ പറഞ്ഞു. അപ്പോൾ ഇത് കാണാനല്ലല്ലോ. എന്നാലും അവർ പറയുന്ന കേട്ടു മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ ഇതൊക്കെ ഈ ചോദ്യം ചെയ്തതെന്ന്. പക്ഷെ ഒരിക്കലുമല്ല
ഞങ്ങൾ കാണുന്നത് എൻ്റെ കുഞ്ഞിന് മുഖാമുഖം സംസാരിക്കുന്നത് രണ്ടാമത്തെ ദിവസം ഒരു 3-4 മണിയായ സമയത്താണ്. അപ്പോഴാണ് എൻ്റെ മോനെ മുഖാമുഖം കാണുന്നതും ഞങ്ങൾ സംസാരിക്കുന്നതും. അപ്പം തന്നെ നല്ല മഴയാണ്. അപ്പം തന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ പോരുമായിരുന്നു. അവിടെ വെച്ചും പറയുന്നില്ല. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു, മോനെ ആ സർക്കിളിൻ്റെ മുമ്പിൽ വെച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് പേടിച്ചിട്ടാന്ന് പറഞ്ഞ്. പേടിച്ചിട്ടാമേ ഞാൻ ഇതൊന്നും പറയാത്തതെന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഒന്നാമത്തെ കാര്യം, എൻ്റെ മോൻ്റെ പേര് ഇതാര് കൊടുത്തെന്ന് ഞങ്ങൾക്ക് ഇന്നും അത് ഞങ്ങൾക്ക് വ്യക്തമല്ല. ഈ പെൺകുട്ടിയുമായിട്ട് ഇവന് ഒരു പരിചയവുമില്ല. അതിൻ്റെ ചേട്ടത്തി ഇതിൻ്റെ കൂടെ പഠിച്ചെന്നുള്ളതേ ഉള്ളൂ. പാടത്തുനിന്ന് ഞങ്ങൾ താമസം മാറിയിട്ട് 7 വർഷത്തോളമായി. പാടമായിട്ട് ഞാൻ പോകുന്നു വരുന്നു എന്നുള്ളതല്ലാതെ. അതിൻ്റെ കൂടെ ഇവൻ്റെ ഫോൺ തെളിവാണ്. ഇവൻ്റെ എൻ്റെ മോൻ്റെ ഫോൺ കൊണ്ടുപോയി സർക്കിൾ തന്നെ പറഞ്ഞു അവൻ്റെ ഫോണിലൊന്നുമില്ല. ഒരു പെൺകുട്ടികളുടെ ഫോട്ടോ ഇല്ല, ഒരു പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്തിട്ടില്ല, ഒരു പെൺകുട്ടികളുടെ ഫോൺ നമ്പറില്ല. പെണ്ണുങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ അമ്മച്ചിയുടെയും നമ്പരല്ലാതെ ഒറ്റ നമ്പറില്ല അവൻ്റെ കയ്യിൽ. അത് സർക്കിൾ പറയുകയും ചെയ്ത് ഇവൻ്റെ 20 വയസ്സുള്ള ഇവൻ്റെ ഫോണിൽ അങ്ങനെ ഒരു അനാവശ്യ ഒരു കാര്യങ്ങളും ഇല്ല. ഞങ്ങൾ വിജിലൻസ് എല്ലാം വന്ന് പരിശോധിച്ച കാര്യങ്ങളായതല്ല. എന്നിട്ട് എന്തുകൊണ്ട് ഇവനെ മർദ്ദിച്ചു? ഇത് സംശയാസ്പദമായിട്ട് പിടിക്കപ്പെട്ടതാണ് അല്ലേ? അപ്പോഴത്തെ അല്ലെങ്കിൽ ആദ്യം ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്യണമായിരുന്നു. ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യണമായിരുന്നു. അല്ലെ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യണമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ കിട്ടിയ പാട് എൻ്റെ കുഞ്ഞിനെ മർദ്ദിച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് പറഞ്ഞിട്ട് എനിക്കല്ലേ നഷ്ടപ്പെട്ടു പോന്നേ അല്ലയോ? എന്ത് ചെയ്തേനെ? അതുകൊണ്ട് എനിക്ക് നീതി കിട്ടണം. എൻ്റെ മകൻ ഇവിടെ അടുത്തൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നത് നൈറ്റിലാണ് പോകുന്നത്. അവന് പറ്റത്തില്ല, അല്ലാതെ ഇവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ. ഞങ്ങളിത് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ അവന് പറ്റുന്നത് ഞാൻ ചെയ്യാം മമ്മി എന്നും പറഞ്ഞ് അവൻ പോയി നൈറ്റിൽ പോയി ചെയ്തിട്ട് വന്ന് വിശ്രമിക്കുമ്പോഴും ആ രാത്രിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനി അവൻ്റെ ഭാവി എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇനി പീഡന കേസിൽ പ്രതി, പോക്സോ കേസിലെ പ്രതി എന്ന് പറഞ്ഞപ്പോൾ അവൻ വെളിയിലോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അവനിനി ആര് ജോലി കൊടുക്കും? 20 വയസ്സുണ്ട്. ഇങ്ങനെ ഞങ്ങൾ ഇനി എത്ര കാലമാണ്, എത്ര നാൾ? അതിൻ്റെ കൂടെ ഇപ്പോൾ ശാരീരികമായ ഒത്തിരി പീഡ അവൻ അനുഭവിച്ച് ഇനി അതിന് ഞങ്ങൾ വേറെ പൈസ ചിലവാക്കണം. ഇനി എൻ്റെ കുഞ്ഞിനെ നേരെ എങ്ങനെ ആക്കണം? എനിക്ക് എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം. ഇനി ഒരു കുഞ്ഞുങ്ങൾക്കും ഇത് നമ്മൾ ഓരോ വാർത്തകൾ കാണുമ്പോൾ ഓരോ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ഓരോ മാതാപിതാക്കൾ പറയുന്ന ഇതൊരു അവസാന വാക്കാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനും അത് പറയുന്നു, വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനെ ഉണ്ടാവത്തില്ല. ഇത് ചെയ്യേണ്ട രീതിയിൽ പോലീസുകാർ ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഈ ഒരു ഉപദ്രവം ഉണ്ടാവത്തില്ല. ഉപദ്രവം ഉണ്ടായതിലാണ് ഞങ്ങൾക്ക് വിഷമം. അല്ലാതെ കൊണ്ടുപോയി സംശയാസ്പദമായി ചോദ്യം ചെയ്യുന്നു, അത് സ്വാഭാവികം. പക്ഷെ കിട്ടിയ പാടെ ഇങ്ങനെ മർദ്ദിക്കുക, അതും കുഞ്ഞിന് വയ്യാത്ത കുഞ്ഞെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടം കൊണ്ട് സഹിക്കും ഒന്ന് പറ. അവൻ്റെ പപ്പ കൂലിപ്പണിക്കാരനാണ്. ഞാൻ ഈ വീട്ടിലിരിക്കുന്നത്. എൻ്റെ അച്ചാച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് മറ്റു വരുമാന മാർഗ്ഗമില്ല. ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. അവന് പറ്റാവുന്ന ജോലി അവൻ ചെയ്തുകൊണ്ടിരുന്നേ. ഇനി അവിടെ കയറാൻ പറ്റുമോ? നമ്മൾ നിരപരാധിയാണെന്ന് തെളിയിച്ചാൽ പോലും ഇനി അങ്ങനെ ഒരു സാധ്യത എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമോ? ആ പെങ്കൊച്ചിൻ്റെ പേരിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇതെന്തിന് ചെയ്തെന്നുള്ളതും അത് ഞങ്ങൾ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. ഈ പേര് ഇവൻ്റെ പേര് ഈ പോലീസുകാർക്ക് എങ്ങനെ കിട്ടി? അല്ലെങ്കിൽ ഈ പെങ്കൊച്ച് എന്തിൻ്റെ പേരിൽ എൻ്റെ കുഞ്ഞിൻ്റെ പേര് സ്റ്റേഷനിൽ കൊടുത്തു? അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞേ പറ്റൂ. ഇതുവരെ ഞങ്ങളോട് അത് പറഞ്ഞിട്ടുമില്ല. ഈ പേര് സ്കൂളിൽ നിന്ന് എടുത്തെന്ന് പറഞ്ഞു. അതെന്തിൻ്റെ പേര്? മാങ്കോട് സ്കൂളിൽ പഠിച്ചിട്ട് വർഷം എത്ര കഴിഞ്ഞ്? 20 വയസ്സുണ്ട് അവന് പ്രായം. ഇതിനകത്ത് ദുരൂഹതയുണ്ട്. എന്തിനാ എൻ്റെ കുഞ്ഞിനെ ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് എനിക്കിന്നും അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് ഈ ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ മന്ത്രിയിൽ നിന്നും ഞങ്ങൾക്ക് നീതി കിട്ടണം. എൻ്റെ കുഞ്ഞ് സുരക്ഷിതമായിരിക്കണം. ഇപ്പം ഭയന്നു പോയി. ഇപ്പം പറയുന്നത് അമ്മേ എന്നെ ഇനി ഇങ്ങനെയൊക്കെ ചാനലിലും ഇതൊക്കെ സത്യാവസ്ഥ വിളിച്ചു പറഞ്ഞാൽ ഇനി പോലീസുകാർ വേറൊരു കേസ് ഉൾപ്പെടുത്തുമോ എന്നുള്ള ഭയം എൻ്റെ കുഞ്ഞിനുണ്ട്. കഴിക്കാൻ പറ്റുന്നില്ല, കുടിക്കാൻ പറ്റുന്നില്ല. ആ ഒരവസ്ഥയിൽ ഞാൻ ഇനി എന്ത് ചെയ്യും എനിക്കറിയത്തില്ല. ശരിക്കും സംഭവിച്ചത് വെളുപ്പിനെ 6 മണിയായപ്പോൾ കുഞ്ഞുങ്ങളെ വന്ന് കൊണ്ടുവന്നു. നമ്മൾ വിവരം ചോദിച്ചു. അപ്പം തന്നെ ചോദിച്ചു എന്തോ കാര്യമെന്ന് ചോദിച്ചു. പോലീസാണെന്നും പറയുന്നില്ല. എന്നിട്ട് ഇടയ്ക്കുന്നൊരു സാറ് ഞങ്ങൾ കൂടുതലിൽ നിന്ന് വന്നയാന്ന് പറഞ്ഞു, സ്റ്റേഷനിൽ നിന്ന് വന്നയാ. വന്നിട്ടില്ല, സിവിൽ ഡ്രസ്സിലാണ് വന്നത്. സിവിൽ ഡ്രസ്സിൽ വന്നു, വീടിന് ചുറ്റുവട്ടം ചുറ്റി നിൽക്കുമായിരുന്നു.
ആ വട്ടം ചുറ്റി നിന്നിട്ട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം 15 വയസ്സുള്ളൊരു പുള്ളി എത്രത്തോളം എങ്ങനെ ഓടാനാ? ഓടാൻ പറ്റത്തില്ല അവന്. കാരണം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓടിയാൽ മതിയല്ലോ. വന്ന് വിളിച്ചോണ്ട് എന്റെ മോൻ അന്തസ്സായിട്ട് ഇറങ്ങി വന്നു. എന്തോ സാറേ കാര്യം? അപ്പൊ സ്കൂളിൽ നടന്നൊരു വിഷയമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ സ്കൂളിൽ നിങ്ങൾ എന്തെങ്കിലും അടിവിഷയം ഉണ്ടാക്കി? ഇല്ലമ്മേ, ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം അവൻ സ്കൂളിൽ പോകുന്നില്ല. മാർച്ച് മാസം പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോകുന്നില്ല. അലോട്ട്മെന്റ് തിരക്കാൻ ഞാനും എന്റെ മോനും ഇവിടെ പോന്നേ. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇവരിവിടെ കൊണ്ടുവന്നു. ഞങ്ങള് അവിടുന്ന് കുഞ്ഞുങ്ങളെ വണ്ടി കയറ്റി, കുഞ്ഞുങ്ങളെ തന്നല്ല കൊണ്ടുവന്ന്, രക്ഷകർത്താക്കളെയും കൂടെ കൊണ്ടുവന്നു. ഒരാളെ, എന്റെ ഭർത്താവിനെയും കൂടെ കൊണ്ടുവന്നേ. അപ്പം ആ കൊണ്ടുവന്നതിന്റെ പുറകെ ഞാൻ പോയി എന്റെ അച്ഛനെയും അമ്മയും വിവരം അറിയിച്ച് ഞങ്ങളെല്ലാം കൂടെ ഇവിടെ വന്നിട്ട് അവരിവിടെ വന്നിട്ടില്ല. അവർ വേറെ ഏതൊക്കെയോ കുട്ടികളെ തിരക്കി പോയേക്കോ. പോലീസിന്റെ വണ്ടിയിലല്ല, അല്ല അതൊരു കാറിനകത്ത് അവർ വന്നേ. പോലീസ് വണ്ടി കൂടെ പ്രൊട്ടക്ഷനായിട്ട് കൂടെ ഉണ്ടായിരുന്നു. സിവിൽ ഡ്രസ്സിലെ ആൾക്കാർ കാറിനകത്തും, അല്ലാതെ പോലീസ് ഡ്രസ്സില് പോലീസ് ജീപ്പിനകത്തുമാണ് വന്നത്. അവര് പുറകാലം ഇങ്ങനെ വരുമായിരുന്നു. എന്നിട്ട് നമ്മുടെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ഒരു ഇരുട്ടുമുറി, ചൈൽഡ് വെൽഫെയറിന്റെ ഓഫീസിൽ അവിടെ കയറ്റി ഇരുട്ടുമുറി കയറ്റി ഇരുന്ന് ചെയ്ത് ഞങ്ങളൊരു 3:30 ഇപ്പം ഞങ്ങൾ 2 രക്ഷകർത്താക്കളും കൂടെ ചെന്ന് ഇവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ തർക്കിച്ചതിന്റെ പേരിലാണ് അവരെ കുഞ്ഞുങ്ങളെ കാണിക്കാൻ സമ്മതിച്ചത്. കാണിച്ചില്ല. പോലീസ് ഇതേപോലെ കൈ കട്ടളപ്പടി വെച്ചുകൊണ്ട് ഞങ്ങൾ കൈ തട്ടി മാറ്റിയിട്ടാണ് ഞങ്ങൾ രണ്ടുകൂടെ അകത്ത് കയറി കുഞ്ഞുങ്ങളെ കാണുന്നത്. അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെ മക്കൾ എഴുന്നേറ്റ് എന്ന് പറയുന്നത്, അമ്മേ ഞങ്ങളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുവാന്നു. കാരണം നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളെ ഇതിനകത്തിടും, സമ്മതിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടാമെന്ന്. സമ്മതിപ്പിക്കുക കുഞ്ഞുങ്ങളെ. എന്റെ മോന്റെ കോളറെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, നീ സത്യം പറഞ്ഞാൽ ഇവിടെ ഇറങ്ങി പോത്തില്ല എന്ന് പറഞ്ഞു. എല്ലാ കുഞ്ഞുങ്ങളെ ഇതുപോലെ തന്നെ ആയിരുന്നു. ഞങ്ങളെ കാണാൻ ഇവർ സമ്മതിക്കുന്നില്ല. എന്തുവാന്ന് ചോദിച്ചിട്ട് ഇവർ പറയുന്നുമില്ല. ഒരു മൂത്രം ഒഴിക്കാൻ പോലെ കുഞ്ഞുങ്ങളെ വിട്ടിട്ടില്ല. അവര് ഒരു വെള്ളം പോലും അവർ മേടിച്ചു കൊടുത്തിട്ടില്ല. 3 മണിയായപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ പോയി കാപ്പിയും വെള്ളം മേടിച്ചു കൊടുക്കുന്നത്. എന്റെ കണ്ണിനെ കണ്ടില്ല, എന്റെ കുഞ്ഞിനെ മേടിച്ചു കൊടുത്തതും ഇല്ല. എന്റെ കുഞ്ഞിനെ ഞാൻ 3 മണിയായപ്പോഴാണ് ആഹാരം മേടിച്ചു കൊടുക്കുന്നത്. എന്റെ കുഞ്ഞിനെ അവർ മേടിച്ചു കൊടുത്തിട്ടില്ല. 6 മണിയായപ്പോൾ എന്റെ വീട്ടിൽ വന്ന് എന്റെ കുഞ്ഞിനെ വിളിച്ചോണ്ട് പോയത്. എന്റെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ആരും ഇല്ലായിരുന്നു. ഞാൻ അങ്ങ് പുനലൂരായിരുന്നു. എന്റെ അമ്മ തൊട്ടതായിട്ട് ഒരു വീട്ടിൽ ജോലി ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അവരോട് പറയട്ടെന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞ് പറയാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് തൊട്ടടുത്ത വീട്ടിൽ പറഞ്ഞു. അവരെ രക്ഷകർത്താക്കൾ വരുമ്പോൾ പറഞ്ഞാൽ പോലീസുകാർ കൊണ്ടുപോയെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാൽ എന്നെ വിളിച്ച് പറയുന്നത്. ഞാനിവിടെ വരുമ്പോൾ ഇവിടെ കൂടലി ജംഗ്ഷനിൽ നിൽപ്പുണ്ട് പോലീസുകാർ ബൊലോറയ്ക്കകത്ത് എന്റെ മോനെ കൊണ്ട്. ഇവിടുന്ന് ഞങ്ങളെ കയറ്റിയ സ്റ്റേഷനിൽ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ തൊട്ട് ഇവർ ഞങ്ങളെ കൊച്ചിനെ പിള്ളേരെ അടുത്ത് അടുപ്പിക്കാൻ സമ്മതിക്കത്തേ ഇല്ലായിരുന്നു. കോളറിനെ പിടിച്ച് നോക്കി അവരുടെ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ അഴിച്ചെന്നാ അവൻ പറയുന്നത്. ചീത്ത വിളിച്ച് എന്റെ കുഞ്ഞിനെ വിളിച്ചത്. എന്റെ അമ്മയുടെ മെറ്റിയത് അച്ഛന്റെ അങ്ങനെ ഇങ്ങനെ സർമ്മയോട് പറയാൻ പറ്റില്ല. അതേ രീതി ആ പൊടി കുഞ്ഞുങ്ങളോട് തിരിച്ചു തന്നെ ഈ പോലീസുകാർ സംസാരിച്ചത്. ആളെ പറ്റുന്ന കേട്ടപ്പോഴേ ഇവര് കയറെടുത്തു. അതാ നടന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നിരപരാധിയാ, അത് ഞങ്ങൾക്ക് തെളിയണം. അവർക്ക് ജീവിക്കണമെന്ന് പോലും ഇല്ല സാറേ. ശനിയാഴ്ച വൈകിട്ട് കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങിയ കുഞ്ഞിനെ എത്ര പ്രാവശ്യം അടുത്ത് ചെന്നിരുന്ന് ഞാൻ നോക്കി. കാരണം എന്റെ കുഞ്ഞ് എന്തെങ്കിലും ചെയ്ത് എനിക്ക് ആണായിട്ട് എന്റെ മോൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് തൂണായിട്ട്. എന്റെ ഭർത്താവിന് വയ്യാത്തയാ. അവൻ വളർന്നിട്ട് വേണം എനിക്ക് എങ്ങനെയും ഒന്ന് എന്റെ കുഞ്ഞിൽ നിന്ന് എന്തെങ്കിലും ഇതാവാന്. ഞാൻ അങ്ങനെ അവനെ നോക്കിക്കൊണ്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ അഹങ്കാരികൾ ഇവളുമാരെ ഇനി ഈ പുറലോകം കാണിക്കരുത്. ഇതിലെ 2-3-4 കുട്ടികളെ ശരിക്കും അപമാനിച്ചു, ചീത്ത വിളിച്ചു. ആർക്കും അച്ഛന്മാരും എന്ന് പറഞ്ഞ് പല രീതിയിൽ ചീത്ത വിളിച്ചു. ഇതിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു രക്ഷിതാവിന്റെ കുഞ്ഞിനെ കോളറി പിടിച്ചു പൊക്കി, ഉടുപ്പി പിടിച്ചു പൊക്കി. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെയൊക്കെ ജയിലിലിടും. നീ സമ്മതിക്കണം. കാരണം കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു ഇവർ ചെയ്തത്. നിങ്ങൾ സമ്മതിച്ചാൽ നിങ്ങളെ ഇന്ന് തന്നെ വെറുതെ വിടാം. സമ്മതിച്ചില്ലാത്ത പക്ഷം നിങ്ങളെ ജയിലിലടയ്ക്കുക തന്നെ ചെയ്യും. ഇതിനകത്ത് കൂടുതലും പോലീസുകാരെ ഞങ്ങൾ ആ 7 മണിക്ക് ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 7 മണി മുതൽ ഞങ്ങളുടെ മക്കളെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവരുടെ പുറകെ നടക്കുക. എന്നിട്ട് ഇവർ കുഞ്ഞുങ്ങളെ കാണിക്കത്തില്ല. നിങ്ങൾ ഇറങ്ങുന്ന പറഞ്ഞ് ഞങ്ങളെ തള്ളി മാറ്റും. എന്നിട്ടും ഈ കുഞ്ഞുങ്ങളൊന്ന് മൂത്രം ഒഴിക്കാനോ ഒന്ന് ബാത്റൂമിൽ ടോയ്ലറ്റ് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ അവർ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യേണ്ട കുട്ടികളാണ്. ഇവർക്ക് അതൊന്നും ചെയ്യാനൊന്നും അനുവാദം പോലും കൊടുക്കാതെ ഇവരിതിനകത്ത് വെച്ച് കുട്ടികളെ എന്തോ ചെയ്തത് നമ്മൾ രക്ഷകർത്താക്കൾ ചോദിച്ചിട്ട് അവർ പറയുന്ന പോലും ഇല്ല. ഇതെന്തോ ഇവർ ചെയ്യുന്നത്, എന്തോ കാണിക്കുന്നതെന്ന്. 2 പേര് അപ്പുറം ഇങ്ങനെ കൈ മുറുക്കി പിടിച്ച്. ഇവർ കൊലയാളികളൊന്നുമല്ല, ആരെയും കൊന്നിട്ടില്ല. കൊന്നിട്ടുള്ള മനുഷ്യരെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ അപ്പുറം കൈ കട്ടയ്ക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് ഞാൻ അടുത്ത റൂമിലോട്ട് തള്ളുക. അപ്പൊ അവിടെ കുറെ ഉദ്യോഗസ്ഥരിക്കുന്നു. അവർ ചോദിക്കുന്നു, മാറിയും തിരിഞ്ഞ് ചോദിക്കും. അപ്പോഴും ഈ കുഞ്ഞുങ്ങൾ പറയുന്നത് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ പിന്നെ എന്തിനു സമ്മതിക്കണം? ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാ പെണ്ണ്. പക്ഷെ ഞങ്ങൾ എന്തിനു സമ്മതിക്കണം? ഞങ്ങൾ ആ കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല എന്നാ ഈ കുട്ടികൾ പറയുന്നത്. ഈ സ്കൂളിൽ പഠിക്കാൻ പോകുന്നില്ലെന്നാ പറയുന്നത്. അവർക്ക് ആർക്കും വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി. ഇപ്പോൾ ഒരു കൊച്ചു പിള്ളേർ വന്ന് അവരെ കൈ പിടിക്കുമ്പോൾ രക്ഷകർത്താക്കളൊന്ന് പിടിച്ചോണ്ട് പോവുക. അവരുടെ കൂടണ്ട, അങ്ങനെയുള്ള പിള്ളേരാ കൂടണ്ടെന്ന് പറഞ്ഞിട്ട്. രാവിലെ 6 മണിക്ക് പത്തനംതിട്ട വന്ന് എൻ്റെ മോനെ കൊണ്ടിരുന്നത്. ഞാൻ പുനലൂരായിരുന്നു. എന്നിട്ട് ഒരു പോലീസുകാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ മോനെ സ്റ്റേഷനിൽ കൊണ്ടുപോകുക. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്ത് സാറേ വിഷയം എന്ന് വെച്ചാൽ പറഞ്ഞു അത് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു. സ്റ്റേഷനിൽ വന്നിട്ട് ഞങ്ങളെ കുഞ്ഞുങ്ങളെ കാണിക്കത്തില്ല. എൻ്റെ മകൻ്റെ കോളറിൽ കയറി പിടിച്ചിട്ട് അവർ പറഞ്ഞു നീ പറയണം മറ്റേ മോനെ, നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇതിനകത്ത് ഞങ്ങൾ വെളിയിൽ വിടത്തില്ലെന്ന് പറഞ്ഞു. പിള്ളേര് ചാവണമെന്ന് പറഞ്ഞ് നടക്കുക. ഇവിടുമാരെ വെറുതെ വിടാൻ പറ്റത്തില്ല. ഇവിടുമാരെ മാങ്കോട്ട് സ്കൂളിൽ പഠിക്കാൻ ഇനി ഞങ്ങൾ സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല ഞങ്ങൾ. അതുപോലെ ഈ കൂടുതൽ പോലീസുകാരെയും അവര് എന്തുവാന്ന് പറഞ്ഞാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചെയ്തതിന് ഇവർ അനുഭവിച്ചേ പറ്റൂ.
അവരുടെ ദേഹത്ത് പോലീസുകാർ കൈവച്ചിട്ടുണ്ടെങ്കിൽ അവർ അനുഭവിച്ചേ പറ്റൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.